نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. ചില വിഷയങ്ങളെ ഇടയ്ക്ക് ഒന്ന് ഓർമ്മയാക്കേണ്ടി വരും എന്നാണ് ചിലത് കാണുമ്പോൾ തോന്നുക. അതിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസത്തെ പറ്റിയുള്ള കാര്യം. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ, അതിൽ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ കുറച്ച് കാര്യം അതിന് മുമ്പാടും മതിയാവും. ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ആദ്യം ഒന്ന് പറയട്ടെ. വിശുദ്ധ ഖുർആനിലൊരു വചനം തന്നെ സൂറത്തുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ടാണല്ലോ. അതിൽ പറയുന്നൊരു വചനമാണ് ഇപ്പോൾ ഞാനിവിടെ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. അവ ഈമാനുള്ളവരോടാണ് വിളിക്കണം, ശ്രദ്ധിക്കണം എന്നാണ്. ഈമാനുള്ളവരുണ്ടെങ്കിൽ അവരോട് പറയണം, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്താൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, പിന്നെ സാവധാനം നടന്നു പോകുന്നല്ലോ. ഫസ് പറഞ്ഞാൽ ഓടിപ്പോകണം, തിരക്ക് പിടിച്ചു പോകണം, പള്ളിയിലേക്ക് പോകണം. ഇതിൻ്റെ അവസാനത്തെ സമയമാണ് പറഞ്ഞത്. പിന്നെ വദറുൽ ബൈ, പിന്നെ നമ്മുടെ ബിസിനസ്സും കച്ചവടമൊക്കെ ഹറാമായി. വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കലും സംസാരിക്കലും വേറൊന്നും പറ്റില്ല. ഉടനെ പള്ളിയിലേക്ക് പോകണം എന്നാണ് അതിൻ്റെ അവസാനത്തെ സമയമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഒരു പ്രത്യേകതയാണ്, അതേസമയം നമ്മളെ പേടിപ്പിക്കുന്നൊരു വിഷയമാണ്. വേറെയും കുറച്ചുകൂടി പറയട്ടെ. ഈ ദിവസത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗം ത്വലഅത് അലൈഹി ഫീഹി ശംസ്, സൂര്യൻ ഉദിച്ച ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തിൻ്റെ മേലും സൂര്യപ്രകാശം ഉണ്ടാവും. അതിലേറ്റവും നല്ല ദിവസം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം, പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ നബി എണ്ണി പറയാണ്. ഒരു നിസ്സാര വിഷയമല്ലത്. വെള്ളിയാഴ്ചയാണ് ആദം നബി സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, വെള്ളിയാഴ്ചയാണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. വഫീ ഉഖ്രിജ മിൻ, അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും അന്ന് തന്നെ. വഫീഹി തീബ അലൈഹി, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചതും അന്ന് തന്നെ. വഫീഹി മാത, ഒരു വെള്ളിയാഴ്ചയാണ് അദ്ദേഹം മരിച്ചത്. വലാ തഖൂമു സഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ഇനി ഖിയാമത്ത് സംഭവിക്കലും ഒരു വെള്ളിയാഴ്ചയായിരിക്കും. അത് മറ്റുള്ള ദിവസങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ. ഇതിന്നിങ്ങനെ വെള്ളിയാഴ്ചൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയണമെന്നും ഞാൻ വിശദീകരിക്കില്ല കേട്ടോ. നമ്മളിവിടെ പറഞ്ഞു അവസാനത്തെ സമയം ബാങ്ക് കൊടുത്താൽ ഉടനെ പള്ളിയിൽ വരണം. കാരണം ഇതൊരു മഹാ ഇബാദത്താണ്. നമ്മളിതിങ്ങനെ ഖുതുബൊക്കെ നേരം ഇങ്ങനെ അതുവരെ അവിടെയും ഇവിടെയും വർത്താനം പറഞ്ഞ് നിന്നാലേ
നമ്മൾ ഗുരുതരമായ ബാധകമാണ് ചെയ്യണത്. നല്ല ശ്രദ്ധിക്കണം. എന്നാൽ ഇതിന്റെ അവസാന സമയത്ത് വരുന്നല്ല, അതിന്റെ അവസാനം. ഇനിയോ നേരത്തെ വരികയാണെങ്കിലോ, നമ്മളോ കേട്ട ഹദീസ് കേൾപ്പിക്കുകയാണേന് ഒരാൾ വെള്ളിയാഴ്ച കുളിച്ച് സുഗന്ധമൊക്കെ പൂശി അങ്ങനെ പള്ളിയിലേക്ക് വന്നാൽ അവന് ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത കൂലി കിട്ടും. രണ്ടാമത്തെ സമയം വന്നാൽ ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്തത്, മൂന്നാമത്തെ നല്ല ഒരു ആടിനെ അറുത്തത്, പിന്നെ കോഴിയെ ദാനം ചെയ്ത്, പിന്നെ മുട്ട ദാനം ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വെള്ളിയാഴ്ചന്റെ പ്രത്യേകതകളല്ലോ ഇതൊക്കെ പറയണത്. പിന്നെ പറയുന്നത് കേട്ടോളൂ, ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദ്. വെള്ളിയാഴ്ചയാകുമ്പം പള്ളിയിലേക്ക് വരുന്ന കവാടങ്ങളുണ്ടല്ലോ, വാതിൽ. എവിടേക്കാണ് നമ്മൾ പള്ളിയിലേക്ക് വരാൻ വാതിൽ തുറന്നു വെച്ചാൽ അവിടെയൊക്കെ മലക്കുകളുണ്ടാവും. വാതിൽക്കൽ മലക്കുകളുണ്ടാവും. നമ്മൾ ഗൈബിൽ വിശ്വസിക്കുന്നവരല്ലേ, മറഞ്ഞ കാര്യത്തിൽ. ഇതൊക്കെ റസൂൽ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ ഖുർആൻ എന്താ പറഞ്ഞത് അതങ്ങനെ വിശ്വസിക്കുക. അപ്പൊ ഇവിടെയൊക്കെ മലക്കുകളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? വാതിൽക്കൽ ഇതിങ്ങനെ എഴുതി വെക്കും. ആ പ്രത്യേകമായ രേഖയിൽ നമ്മുടെ പേരിങ്ങനെ എഴുതി വെക്കുകയാണ്. നമ്മുടെ പേരൊക്കെ അവരെടുത്തുണ്ട്, അവരിത് എഴുതും. പക്ഷെ ഇമാമ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ അവര് മടക്കി വെക്കും, അവരുടെ കയ്യിലുള്ള ഏട് മടക്കി വെക്കും. പിന്നെ അവര് യസ്തമിയുന ദിക്ർ, അവിടെ ദിക്ർ കേട്ടിരിക്കും. അതുകൊണ്ട് മിമ്പറിൽ ഖുർആൻ സുന്നത്തൊക്കെയാ പറയേണ്ടത്, എന്തെങ്കിലുമൊക്കെയല്ല, അവരിത് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് അവരിരിക്കും. അപ്പൊ ആ ഒരു മഹത്വം പിന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാങ്കിന്റെ മുമ്പ് വരുന്നവരുടെ ആ ഒരു മഹത്വം പിന്നെ അവർ കിട്ടുന്നില്ല. ആ പ്രത്യേക രേഖപ്പെടുത്തൽ അവർ കിട്ടുന്നില്ല. ഇനി അത് കിട്ടണ്ടെന്ന് വെച്ചാലും ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലേക്ക് എന്തായാലും വരണമെന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ഫസ്ഔ ഇലാ സിക്രില്ലാ, നിങ്ങൾ ഓടി വരണം എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മളൊന്നും ഒരുപാട് ആരാധനകൾ കുറേ ഒന്നും ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. വസതി ചെയ്യുന്ന കാര്യങ്ങൾ, 5 നേര നിസ്കാരം, ജുമഅക്ക് വരൽ, ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഭംഗിയായി ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് അതന്നെ മതിയാകുമല്ലോ. ഇതിന് മുക്കഫിറാത്ത്, ഒരു അടുത്ത ജുമഅക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? അത് വേണ്ട വിധം ചെയ്യണം. അത് വലിയൊരു ഇബാദത്തല്ല, അപ്പൊ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ അങ്ങനെ വരുന്നു, ഒരു ആചാരം എന്നുള്ളവർക്ക്, എന്തോ ഒരു ആചാരം എന്നുള്ളവർക്ക് ചെയ്തിങ്ങനെ പോവുക, ഒരു കാര്യമില്ലാതെ വരും. അപ്പൊ ഈ കിട്ടുന്ന അവസരം ശരിക്ക് നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ആരാധകർ, നമ്മുടെ രാത്രിയും വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കേണ്ടത് ഒരു കാര്യമുണ്ടല്ലോ. മുആദ് ഇബ്നു ജബലിനെ നബി വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, മുആദ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അത് മുആദ് അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നിട്ട് പറയാം, നിസ്കാരത്തിന്റെ അവസാനമൊക്കെ നീ പറയാൻ മടിക്കരുത്, ഒഴിവാക്കരുത്. അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക, അല്ലാഹു എന്നെ നീ സഹായിക്കണം നിനക്ക് ദിക്ർ നടത്താൻ. ഓ ശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ നീ സഹായിക്കണം. വ ഹുസ്ന ഇബാദത്തിക, നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാൻ. നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഒക്കെ നല്ല രൂപത്തിലാകുന്നുണ്ടോ? അറിഞ്ഞൂടാ. അതുകൊണ്ട് അത് റബ്ബിനോട് തന്നെ ചോദിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെ ശരിക്കാണെങ്കിൽ അത് തന്നെ മതി നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട്. അതാണ് നമ്മൾ ഓരോ ഖുതുബയും കഴിഞ്ഞ് പോകുമ്പോൾ എന്താ സംഭവിക്കണം അറിയോ? നമ്മളിങ്ങോട്ട് ക്ലീൻ ആവുകയാണ്. സാധാരണ നമ്മളെ വീട്ടിൽ നമ്മൾ പറയല്ലേ, മാസത്തിലൊരിക്കലും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം, ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ എന്തൊരു അസ്വസ്ഥതയാണ്. പക്ഷെ നമ്മുടെ ശരീരവും ഹൃദയമൊക്കെ വൃത്തിയാക്കാൻ ആഴ്ചയിലുള്ളൊരു സംവിധാനം കൂടിയാണിത്. ജുമഅ കഴിഞ്ഞ് പോകുമ്പോഴേക്ക് കഴിഞ്ഞതൊക്കെ പോയി. പിന്നെ 7 ദിവസമില്ല, 10 ദിവസത്തെ പാപങ്ങൾക്ക് പരിഹാരം എന്നൊക്കെയാണ് വസിയാദത്തു സലാസത്തി അയ്യാം എന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്ര പ്രധാനപ്പെട്ടൊരു വിഷയമാകുമ്പോൾ നമ്മളിവിടെ പള്ളിയിൽ പള്ളിയിൽ വന്നിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കണത്. ഇവിടെ ഒന്ന് സംസാരിക്കാൻ പാടില്ല, ഇവിടെ വെച്ച് സംസാരിക്കാൻ പാടില്ല, പള്ളി വെച്ച് സംസാരിക്കാൻ പാടില്ല. പിന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ലെങ്കിലൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കണവരെ. വളരെ കുടുങ്ങിയ ആൾക്കാർക്ക് ചാരി ഇരിക്കലേ മറ്റൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഒഴിവുണ്ടാവുമായിരിക്കും. അല്ലാത്ത ആൾക്കാരൊക്കെ ആദ്യത്തെ സോഫ് ഇങ്ങനെ പൂർത്തിയാക്കി ഇരിക്കണം.
ഇപ്പൊ തന്നെ കുറെ ഇടകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതൊന്നും ശരിയല്ല. അടുപ്പിച്ചു വെക്കണം. ബാക്കിലുള്ള ആൾക്കാർക്കും നമ്മൾ അസൗകര്യം ചെയ്യരുത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എന്താണ് ഇമാമ് പറയുന്നത് അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നത് ഇബാദത്താണ്. അതാ ഖതീബിനെ പരിഗണിക്കലല്ല. അയാൾ പറയുന്ന കിതാബ് സുന്നത്ത് ആയതുകൊണ്ട് അതിനെ പരിഗണിക്കലാണ്. അതൊരു മഹാ ഇബാദത്താണ്. ആ നേരം നമ്മൾ വേറെ ഒരു സംസാരം പറ്റില്ല. ഒരു സംസാരം പറ്റില്ല. എല്ലാ സംസാരവും ഹറാമാണ്. എല്ലാ സംസാരവും ഹറാമാണ്. അങ്ങനെയാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ല, ഒരുത്തന് ഓതു കൊടുത്തു, എന്നിട്ട് ഫാസനോദോ ശരിക്കും ഓതു കൊടുത്തു, ശരിക്കും ഓതു കൊടുക്കുക. സുമാത്തൽ ജുമാ, പിന്നെ അയാൾ വെള്ളിയാഴ്ച ജുമാക്ക് വരികയാണ്. ഫതനാവസ്ഥ, എന്നിട്ട് അടുത്തിരുന്നു ഫസ്റ്റ് സഫിലേക്ക്, വഴിയുള്ളിടത്തൊക്കെ അങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ചു കേട്ടു. എന്നാൽ ഗുഫ്ര ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅ വ സിയാദത്ത് സലാസത്തി അയ്യാം, അവന് 2 ജുമുഅകൾക്കിടയിലും പിന്നെ അധികമായി 3 ദിവസത്തിന്റെയും എന്ന് പറഞ്ഞാൽ 10 ദിവസത്തിന്റെ പാപങ്ങൾ അവന് പരിഹരിക്കപ്പെട്ടു. എന്നിട്ട് പിന്നെ പറഞ്ഞെന്താ, വമൻ മസ്സൽ ഹസ, ആരെങ്കിലും കല്ല് തൊട്ടാൽ, അത് പള്ളിനുള്ളിൽ ചെരക്കല്ലും മറ്റൊക്കെ ഉണ്ടായിരുന്നു, മണലുകൾ ഒക്കെ അത് പള്ളിന്റെ അടിയിൽ, അവിടെ ഒന്ന് തൊട്ട് വൃത്തിയാക്കാനും കൂടി പോകണ്ട, അതൊന്നും സമനിരപ്പാക്കാനും പോണ്ട, എങ്കിൽ ഫഖദിലാകാ, ഓന്റെ ജുമുഅ ബാത്തിലായി. അത്ര ശ്രദ്ധയോട് കൂടിയിട്ട് വേണം. അപ്പൊ എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമാണ്. എനിക്കൊരു സഹോദരൻ ഒരു മെസ്സേജ് ഇട്ട് നമ്മളെ പള്ളിയിൽ ചില സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മുകളിലായിരിക്കും വിചാരിച്ചു. മുകളിലല്ല, താഴെ തന്നെ ഉണ്ടെന്നാണ്. പ്രായം ചെന്നവരെന്നെ ചിലർ സംസാരിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ എന്താ പറയാൻ കാരണം, അതാ അടുത്തുള്ള ആൾക്കും ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് പ്രശ്നമാണ്. നമ്മളിത് ശ്രദ്ധിച്ചേ മതിയാവും. നമ്മൾ അതവ് പാലിക്കണം. ഇതെന്താന്നറിയങ്ങള് അള്ളാന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അള്ളാന്റെ ചിഹ്നങ്ങൾ, വമൻ യൗലിം ശായിറല്ലാഹ്, അള്ളാന്റെ ചിഹ്നങ്ങൾ ആരെങ്കിലും ആദരിച്ചാൽ അത് ഹൃദയത്തിന്റെ തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ആദരിക്കണ്ടേ? നമ്മുടെ നാട് ഭൗതികം നോക്ക്. നമ്മുടെ രാജ്യം ഇന്ത്യ, അതിന്റെ കൊടിയെ നമ്മൾ അപമാനിച്ച് എങ്ങനെ ഉണ്ടാവും? അത് നാടിന്റെ ഒരു ചിഹ്നമാണ്. ദേശീയ ഗാനത്തെ അപമാനിച്ച് എങ്ങനെ ഉണ്ടാവും? റബ്ബിന് കുറെ ചിഹ്നങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതിനെ ആദരിക്കുന്നില്ലെങ്കിലോ അത് തഖ്വയാണ്. ആ നേരം നമ്മൾ സംസാരിക്കലും മൊബൈൽ നോക്കലും മറ്റതൊക്കെ ചെയ്താലോ ഞാൻ റബ്ബിന്റെ ചിഹ്നത്തെ ആദരിക്കാൻ തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ ഫൈന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയാണ്. എനിക്ക് തഖ്വല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണത്. ഇതൊരു വിവരക്കേടാണ് ചെയ്യുന്നതൊക്കെ. പ്രായമുള്ളവരൊക്കെ ചെയ്യണമെങ്കിൽ അത്ഭുതം തോന്നുന്നുണ്ട്. എത്ര കാലം ഓരോ ഖുതുബ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും വെള്ളിയാഴ്ച ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ പോലെ എന്താ പിന്നെ ഇതുവരെ പഠിച്ച അത്ഭുതമുണ്ട്. ഇതെന്താ മനസ്സിലാകുന്നില്ല പറഞ്ഞിട്ട്. ഇത് റസൂൽ തിരുമേനി വളരെ കർശനമായി പറഞ്ഞൊരു വിഷയമാണ്. ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഓനോട് സംസാരിക്കണ്ടെന്നും പറയാൻ പാടില്ല, ഓനോട് സംസാരിക്കണ്ടെന്നും പറയാനും പാടില്ല. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച മിമ്പറിൽ ഖുതുബ നടക്കുമ്പോൾ സംസാരിക്കുകയാണെങ്കിലേ സംസാരിക്കണ വലിയ തെറ്റല്ല. അവൻ വേറൊട്ട് ചങ്ങായി മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ സാധാരണഗതി നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇസ്ലാമിൽ വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ അവിടെ നന്മ കൽപ്പിക്കണ്ട, തിന്മ വിരോധിക്കണ്ട, ജുമയാണ് പോകുന്ന പറഞ്ഞത്. ഒരുത്തൻ തുമ്മി അൽഹംദുലില്ലാഹ് വെറുത്ത് തൊട്ടടുത്തുള്ള യർഹമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഓന്റെ ജുമാ പോയി എന്നാ പറഞ്ഞു. അവിടെ പറയണ്ട, അത് സുന്നത്ത് പുറത്തുനിന്ന് ചെയ്താൽ മതി. അതല്ലെങ്കിൽ അവൻ ഖുതുബ നടക്കാത്ത സമയത്ത് ചെയ്താൽ മതി. ഒരുത്തൻ പള്ളി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയണ്ട. ജുമാ നടക്കുമ്പോൾ പള്ളി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ സലാം അടക്കും വേണ്ട. അതിനുള്ളതല്ലത്. അതിനൊക്കെ വേറെ ചില സമയങ്ങളുണ്ട്. അത് ജുമാ കഴിഞ്ഞിട്ടേക്കോട്ടെ. ജുമാന്റെ സമയം അതിനുള്ളതൊന്നും അല്ല. വളരെ അത്രയേറെ ശ്രദ്ധിച്ച് മലക്കുകളൊക്കെ ഇവിടെ വന്ന് സാന്നിധ്യമായി ശ്രദ്ധിച്ച് കേൾക്കുന്നത് ദിവസമാണിത്. വളരെ പ്രധാനപ്പെട്ട, ശ്രദ്ധിച്ചേ മതിയാവൂ. ആ സമയം നമ്മൾ ഒന്നും തീരെ അവഗണിച്ചുകൊണ്ട് മുകളിലൊക്കെ മൊബൈലും മറ്റുമൊക്കെ സ്ത്രീഭാഗത്തും ചിലർ സംസാരിക്കുന്നുണ്ടൊക്കെ കേട്ടു. ഗുരുതരമായ പാതകമാണ് ചെയ്യണത്. നമ്മൾ ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ശുദ്ധീകരിക്കാനാണ് അള്ളാഹ് സംവിധാനിച്ച പല ഉപകാരങ്ങൾ കൂട്ടൊന്നാണത്. അതൊക്കെ തകർത്തിട്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അപമാനിക്കുന്ന രൂപത്തിൽ ഒരിക്കലും ചെയ്യരുത്. ഇനി ഞാൻ വെള്ളിയാഴ്ച 1-2 പ്രത്യേകത, ഒറ്റപ്പടി ഉണ്ട്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഈ വെള്ളിയാഴ്ചയല്ലേ നമ്മള് സുബൈക്ക് സജദ സൂറത്തും അതുപോലെ പിന്നെ അൽ ഇൻസാൻ സൂറത്ത് ദഹ്റൊക്കെ ഓതുന്നത്. വേറെ ശനിയാഴ്ച അങ്ങനെ ഓതണം, ഞായറാഴ്ച അങ്ങനെ ഓതണം ഒന്നുമില്ലല്ലോ. വെള്ളിയാഴ്ചക്ക് അങ്ങനെയുണ്ട്. ഇനി വെള്ളിയാഴ്ചന്റെ നേരത്തെ സുബൈ നിസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയങ്ങള്? സുബൈ നിസ്കാരം അഫ്ളലുസ് സ്വലവാത്ത് ഇൻദല്ലാഹ് സ്വലാത്തുസ് സുബ്ഹ് യൗമൽ ജുമുഅ ഫീ ജമാഅ. നിസ്കാരങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം വെള്ളിയാഴ്ചത്തെ സുബൈ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കലാണ്.
ഇതൊക്കെ പലതും ഉണ്ട്. ഞാൻ ചിലത് പറഞ്ഞു, ഒറ്റൊന്നും കൂടി പറയാം. മാമിൻ മുസ്ലിം യമൂത്ത് യൗമൽ ജുമാ. ഇനി ഒരാൾ വെള്ളിയാഴ്ച മരിക്കുക എന്ന് വെക്കുക, വെള്ളിയാഴ്ച മരിക്കണേ, അല്ലെങ്കിൽ ആ ലൈലത്തുൽ ജുമാ, അല്ലെങ്കിലോ വെള്ളിയാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് ഒരാൾ മരിക്കണമെന്ന് വെക്കുക. എന്നാൽ ഇല്ല വഖാഹു ഫിത്നത്തുൽ ഖബർ, അള്ളാഹ് അവന് ഫിത്നത്തുൽ ഖബറിൽ നിന്ന് രക്ഷ കൊടുക്കുന്ന. ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? ഖബറിലെ ചോദ്യങ്ങളാണ്. ആ ചോദ്യಕ್ಕೆ ഉത്തരം കിട്ടുമല്ലോ, വലിയ പ്രശ്നമാണ്. പക്ഷെ വെള്ളിയാഴ്ച മരിച്ച അവർക്ക് ചോദ്യം തന്നെ അല്ല. ഇതൊക്കെ റബ്ബ് ഇത്ര പ്രാധാന്യം കൊടുത്ത ഒരു ദിവസം. എന്നിട്ട് അവിടെ ജുമാ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം. ആ ജുമാക്ക് വരണം, ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലേക്ക് ഓടിപ്പോണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക പേര് വെള്ളിയാഴ്ച ദിവസം തന്നെ ഖുർആൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വർഷങ്ങളായ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടിട്ടും ഇതൊക്കെ ഒന്നും എനിക്ക് ബാധകമല്ല, അത് നബി അവരൊക്കെ അങ്ങനെ പറയും, അതൊക്കെ അടക്കട്ടെ എന്ന രൂപത്തിൽ നിന്ന വലിയ ഗുരുതരമായ പ്രശ്നമാണ് എന്നാണ് ഞാനിവിടെ സാന്ദർഭികമായി പറഞ്ഞത്. മാത്രമല്ല ഈ ദിവസത്തിന്റെ പരലോകത്തൊരു പേരുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് വന്നിട്ട് വെള്ളിയാഴ്ചയെ പറ്റി പറഞ്ഞെന്തറിയോ? ഞങ്ങൾ അതിന് പറയല് യൗമുൽ മസീദ് നാം. എന്നിട്ട് വിശദമായൊരു ഹദീസുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹ് ഇറങ്ങി വരും. അള്ളാഹ്ക്ക് ചുറ്റും കുറെ എന്തുണ്ട്? ഇരിപ്പിടങ്ങളുണ്ടാവും, പ്രകാശം കൊണ്ടുള്ള. അതിൽ അമ്പിയാക്കൾ ഇരിക്കും. പിന്നെ സ്വർണം കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ, അതിൽ ശുഹദാക്കളും രക്തസാക്ഷികളൊക്കെ ഇരിക്കും. പിന്നെയുള്ള പ്രദേശങ്ങളിലൊക്കെ അവിടെയും ഇവിടെയും വളരെ വൃത്തിയായ പ്രദേശം തന്നെ അവിടെ ഭൂമികളിൽ ഇരിക്കും. റബ്ബ് സംസാരിക്കും. അങ്ങനെ അതിനുശേഷം അവർക്ക് പിന്നെ ഒരുപാട് ഖൈറ്. പിന്നെ അവരുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ ഭംഗിയും എല്ലാ സൗന്ദര്യങ്ങളൊക്കെ കൂടി. അതുകൊണ്ട് യൗമുൽ മസീദ് എന്നാണ് അതിന്റെ പേര്. ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു ആഘോഷ ദിവസമാണ് ഏത്? നമ്മുടെ മുമ്പിലുള്ള ഈ വെള്ളിയാഴ്ച. അപ്പൊ രാവിലെ മുതൽ എന്നെ ശ്രദ്ധിക്കുക. പണ്ടൊക്കെ അന്ന് രാവിലെ തന്നെ ആൾക്കാർ പള്ളിയിൽ പോണ കാര്യമൊക്കെ ഉണ്ട് സാഹിബയുടെ കൂട്ടത്തിലൊക്കെ. ഇത് വല്ലാത്തൊരു ആഘോഷ ദിവസമാണ്. ഇത് എന്നെ ശുദ്ധീകരിക്കാൻ അവർ നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ പരിഗണിച്ചാൽ വലിയ വലിയ പ്രതിഫലം എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇന്നതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയ നിയ്യത്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ വെള്ളിയാഴ്ച കാണേണ്ടത് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ചിലരൊക്കെ വൈകി വന്നല്ലോ, അതൊന്നുകൂടി തലക്കുന്ന ഒന്ന് രണ്ട് കാര്യം കൂടി പറയണം. ഒന്ന്, അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളെ, ഈമാനുള്ളവരോടാണ് വിളിക്കണത്. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്ത പിന്നെ ഉടനെ വരും. പിന്നെ അവിടെയും പടി നിൽക്കരുത്, അത് നിർബന്ധമാണ്. പിന്നെ ഹറാമാണ്, വേറെ അവിടെയും വേണ്ടി സംസാരിച്ചിരിക്കൽ ഹറാമാണ്, കച്ചവടം നടത്തൽ ഹറാമാണ്. ഒക്കെ ബാങ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ കടകൾ അടക്കണം, വേറെയുള്ള എല്ലാ സോലും നിർത്തിയിട്ട് എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് വരലും നിർബന്ധമാണ്. അതില്ലെങ്കിൽ അത് ഈമാനിന്റെ നഖ്സിനെ, കാരണം യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ്. ബാങ്ക് കൊടുത്തിട്ടും പള്ളിയിലേക്ക് വരാൻ ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ ഫൽ യത്തഹിം ഈമാനോ എന്ന പണ്ഡിതന്മാർ അവന്റെ ഈമാനെ പറ്റി അവൻ തെറ്റിദ്ധരിക്കട്ടെ എന്നാണ്. അപ്പൊ പേടിക്കേണ്ട വിഷയം. ബാങ്കിന്റെ മുമ്പ് തന്നെ വരണം, അതിന്റെ പ്രതിഫലം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊരു വിഷയം. പിന്നെ മറ്റൊന്ന്, ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഒരാൾ ചോദിക്കുകയാണ്. അദ്ദേഹം സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നല്ലോ. അത് ചിലർ പള്ളിയിൽ നിന്ന് ഒരാള് തുമ്മിയ അൽഹംദുലില്ലാ പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റുമോ? സലാം അടക്കാൻ പറ്റുമോ? സംസാരിക്കണ്ട എന്താ ചെയ്യാ? സംസാരിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്: ലാ ഹെത്താലോ അത്തസ്, ഒരാൾ തുമ്മി എന്നാൽ ലാ തഖുൽ ഇർഹമുക്കുല്ലാ, നീ പറയാൻ പാടില്ല, അത് ഹറാമാണ്. വലാ യറുദ്ദു സലാം, ഒരാൾ സലാം പറഞ്ഞ് സലാം അടക്കാൻ പാടില്ല. സാധാരണ ഒരാളെ കാണുമ്പോൾ സലാം പറയും കൈയ്യെടുക്കലും വലിയ കൂലിയാണ്. പക്ഷേ ഖുതുബ അറിയണത് വേറെ തന്നെ കൈയ്യെടുക്കാനുള്ള പരിപാടിയല്ല, ഒക്കെ പ്രാഥമിക വിഷയമാണ്. അതുപോലും ആൾക്കാർക്ക് മനസ്സിലാണില്ല. അതൊന്നും പള്ളി പാടില്ല. വലാ യഖൂലു അൻസിത്, വേറൊരുത്തനെ കാണുമ്പോൾ ഈ മിണ്ടല്ലേ എന്ന് പറയാൻ പാടില്ല. അത് നന്മ കൽപ്പിക്കല്ലേ തിന്മ വിരോധിക്കല്ലേ എന്നല്ല, അതിനൊക്കെ ചില സമയമുണ്ട്. ആ നേരം അത് പറഞ്ഞാൽ ഹറാമായി തെറ്റ് ചെയ്തു എന്നാണ്.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ഒരുത്തനോട് അൻസിത്ത് എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗൗത്ത്, നിന്റെ ജുമാ ബാത്തിലായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വഫിൽ ഹദീസിൽ ആഖിർ, അദ്ദേഹം പറയാം, മറ്റൊരു ഹദീസിൽ നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, മൻ തകല്ലമ യൗമൽ ജുമുഅ, ഒരാൾ വെള്ളിയാഴ്ച സംസാരിക്കുന്നു ജുമാ ദിവസം, വൽ ഇമാമു യഖ്തുബ, അപ്പോൾ ഇമാമ് ഖുതുബ പറയുമ്പോൾ, എങ്കിൽ ഫൗവക മസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ, ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെ എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം അപകടങ്ങളാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞു ഇത് റബ്ബിന്റെ ഒരു ചിഹ്നമാണ്, ഇത് നമ്മൾ ആദരിക്കണം. അവൻ യോലിം ഷായിറല്ല, അള്ളാന്റെ ചിഹ്നത്തെ ആരെങ്കിലും ആദരിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. പിന്നെ നമ്മളെ ക്ലീൻ ആക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ വന്ന തിന്മകളൊക്കെ ജുമ കഴിയുന്നതോടുകൂടിയാണ് പോകണം. അങ്ങനെയാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. ഈ ജുമ വേണ്ട വിധം നമ്മൾ വന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ 10 ദിവസം നമ്മൾ ചെയ്ത തിന്മകൾക്കുള്ള പരിഹാരമായി എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കലും കളിയൊക്കെ ആണെങ്കിൽ വേറെയും പ്രശ്നം. നമ്മുടെ ജുമ മാത്രമല്ല നമ്മൾ ബാത്തിലാക്കണത്, നമ്മൾ വേറൊരുത്തന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്ക് ശല്യമാണെങ്കിൽ ഓന്റെ ജുമയും കൂടി ബാത്തിലാക്കണ പരിപാടി എടുക്കണേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇതുമായി ഓരോന്നും എപ്പോഴും നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ജുമേന്റെ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പരാതി പറയുന്ന സഹോദരന്മാരോടും പറയാനുള്ളത്, കാരണം ചിലരൊക്കെ പറയുന്നുണ്ട് അവിടെ മിണ്ടുന്നുണ്ട്, മുകളിൽ സംസാരിക്കുന്നുണ്ട്, പെണ്ണുങ്ങളെ ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങളത് പറയണം ഇത് പറയണം. ഈ സംസാരിക്കുന്നത് കേട്ടോലുണ്ടാവുമല്ലോ, അവര് പറയാം ജുമ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അവരോട് പറയാം ഇത് ചെയ്ത് ഭയങ്കര തെറ്റാണ്, ഈ സംസാരം ശരിയല്ല, ജുമേന്റെ നേരെ സംസാരിച്ച സംസ്കാരം ബാത്തിലാവും. അങ്ങനെ നേർക്കുന്നേരെ പറയുമ്പോൾ നമ്മൾ പൊതുവായി പറയണേക്കാൾ ഗുണമുണ്ടാവും. കാരണം നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എല്ലാവരുടെയും ബാധ്യതയാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുക നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലേ കുറേ നന്നാവുള്ളൂ. മനസ്സിലായി? അപ്പൊ എല്ലാവരും ആ രൂപത്തിലൊക്കെ ഒന്ന് ഈ വിഷയം പരിഗണിക്കണം. അള്ളാഹിന്റെ ദീനിൽ വളരെ പ്രധാനപ്പെട്ട കുറെ വിഷയങ്ങളുണ്ട്. അത് അതിന്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണണം. അത് നമുക്കുള്ളതാണ്, നമ്മുടെ പദവികൾ ഉയരാനുള്ളതാണ്. ആ ശ്രദ്ധയൊക്കെ നമുക്ക് വേണം. അപ്പൊ ആ നിലക്ക് അതിനെ നന്നായി ആദരിച്ച് ബഹുമാനിച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ. അള്ളാഹു ആ രൂപത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവൻ എല്ലാവിധ ഹൈറുകളും ചെയ്യുന്ന അതിന് മുന്നിട്ടിറങ്ങുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തും മാറാവട്ടെ. നന്മകൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് നമുക്ക് അവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين. وصلى الله على محمد.